ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചാലഞ്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കൃഷി ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങോട്ടുള്ള ഓണം വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാം. നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കും കൃഷി ചെയ്യാം. എന്നിട്ട് ഓണം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വിളവെടുക്കാം. അഥവാ ഓണത്തിന് നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് വേണമല്ലോ പച്ചക്കറി അല്ലേ? അപ്പോൾ നമുക്ക് ഓണ വിളവെടുപ്പിൻ്റെ ഓണ ചാലഞ്ച് അല്ലെങ്കിൽ കൃഷി ചാലഞ്ചിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുളക് നട്ടു. അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും നടുക എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്? അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പയർ നടുന്നുണ്ട്, വെണ്ടയ്ക്ക, കുമ്പളത്തിൻ്റെ വിത്ത് നടുന്നുണ്ട്, വെള്ളരിയുടെ വിത്ത് നടുന്നുണ്ട്. അപ്പം വെള്ളരിയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾക്ക് അയച്ചു തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു കൃഷി കാണിക്കാം. പിന്നെന്താണ്, വഴുതനത്തിൻ്റെയും കൂടെ കാണിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇത്രയും അത്യാവശ്യം വിത്തുകളൊക്കെ എന്തായാലും കാണുമായിരിക്കും അല്ലേ? ഇതില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഉണക്കിയെടുക്കാം. വഴിയൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവൻ വഴിയൊക്കെ വിത്തുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ കഴിഞ്ഞ മുളകിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് വിത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണ് ഈ വിത്ത് ചോദിക്കുന്നത്. കാരണം മുളകിന്റെ വിത്ത് എടുക്കാൻ ഒരു പാടുമില്ല. നമ്മുടെ വീട്ടിൽ പൊടിപ്പിക്കുന്ന മുളകിന്റെ വിത്ത് നമ്മൾ എടുത്താൽ മതി. അത് നല്ല വ്യക്തമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓരോന്നിന്റെയും വിത്ത് എങ്ങനെ എടുക്കാം, എങ്ങനെ പാകാം എന്നാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്നായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മുളകിനെയും കൂടെ ഒന്നുകൂടെ കാണിച്ചേക്കാം അല്ലേ? അപ്പോൾ അവർക്ക് അറിയണ്ടേ അതെന്തായെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ആയതേ ഉള്ളൂ. ഇന്നലെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം മുളക് എന്തായെന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇന്നലെ നമ്മൾ നട്ട മുളകരിയാണിത്. അത് കിളിർത്തിട്ടൊന്നുമില്ല. അത് ഇനിയിപ്പോൾ 3-4 ദിവസമെങ്കിലും എടുക്കും അത് കിളിർത്ത് വരാനായിട്ട്. നമ്മൾ നട്ട തൈ അങ്ങനെ നിപ്പുണ്ട്. നമ്മൾ വളം ഇട്ട് വെച്ചിരിക്കുന്നതായ തൈ. അപ്പോൾ നമ്മൾ ഇത് കാറ്റത്തൊന്നും ചാഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു കമ്പൊക്കെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളർച്ചയുള്ള തൈയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്പൊക്കെ കുത്തി കൊടുത്ത് നിർത്തണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു കമ്പൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത്തിരി നിർത്തിയിരിക്കുന്നതായ വെണ്ടയ്ക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും നമ്മൾ ഉണങ്ങി ഇതിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മളത് കട്ട് ചെയ്തെടുക്കാവൂ. പച്ചയ്ക്ക് നമ്മൾ യാതൊരു കാരണവശാലും ഇത് വെട്ടിയെടുക്കരുത്. ഇത്രയും ഉണങ്ങിയിട്ട് വേണം എടുക്കാനായിട്ട്. വെണ്ടയ്ക്കൊക്കെ പിടിച്ച് തീർന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വെണ്ടയ്ക്ക് നമ്മൾ കുഴിച്ചിടണം. അത് ലാസ്റ്റ് ആയിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ ഇത് പച്ച വെണ്ടയ്ക്ക, ഇത് വേറെ കൊമ്പൻ വെണ്ടയ്ക്കയുടെ വേറൊരു ഇനമാണിത്. അപ്പോൾ നമുക്കിത് ഇതും വിത്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്കത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇത് കുഴിച്ചിടാം. 2 ദിവസം മുന്നേ നമ്മൾ റോസിന് വളമിട്ടായിരുന്നു. ഒരു സ്പെഷ്യൽ വളമായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എടുത്ത് കാണുക കേട്ടോ. ദാണ്ട ഇട്ടിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി. എത്ര ദിവസമായി? ഒരാഴ്ചയായി കാണും അല്ലേ? ഒരാഴ്ചയായി കാണും. ദാണ്ട നല്ല വലിയ പൂക്കൾ വന്നേക്കുന്നു. അത് വന്നിട്ടുണ്ട്. എൻ്റെ ചുവപ്പിനകത്ത് നല്ലൊരു മൊട്ട് വന്ന് നിൽപ്പുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അത് വിരിയും. അപ്പോൾ അടുത്ത റോസിനകത്ത് കണ്ട് മൊട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിപ്പം നമ്മുടെ വഴുതനങ്ങ, പച്ചയും വെള്ളയും ചേർന്നുള്ളതായ വഴുതനങ്ങയാണ്. ഇതിപ്പം എന്താണെന്ന് അറിയാമോ, നല്ലതുപോലെ പഴുത്തതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. യാതൊരു കാരണവശാലും പച്ചയ്ക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കിതിനെ കട്ട് ചെയ്ത് അതിൻ്റെ അരിയെടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക പിച്ചി വഴുതനയും പിച്ചി രണ്ടിനെയും നമ്മൾ അരിക്ക് നിർത്തിയിരുന്നതായിരുന്നു. ഇപ്പം മമ്മി അരിക്ക് നിർത്താത്തവർ അല്ലെങ്കിൽ ഈ അരി ഇല്ലാത്തവരെന്തോ ചെയ്യും? ഈ അരി ഇല്ലാത്തവരാ? അല്ലെങ്കിൽ ഇതേപോലെ പ്ലാന്റ്സ് നേരത്തെ നടാത്തവരെന്തോ ചെയ്യും? ഇപ്പോൾ സീഡ് ഷോപ്പിൽ നിന്ന് വല്ലതും വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, സീഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. അല്ലാതെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിൾ ഉണക്കി അങ്ങനെ പറ്റുമോ? അത് അത്ര വിളഞ്ഞതായിരിക്കത്തില്ല. ചിലപ്പം ബൈ ചാൻസിൽ ചിലപ്പം വിളഞ്ഞതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടാം. ഓക്കെ ഓക്കെ. നേരത്തെ നട്ടുപിടിപ്പിച്ച കുമ്പളമാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കുമ്പളമൊക്കെ അതിനകത്ത് കിട്ടിയിട്ട് ഒരു 7 കുമ്പളത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നണ്ട് കട്ട് ചെയ്യാൻ പരുവായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ആദ്യം പിടിച്ച കുമ്പളമാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ഞാൻ കരുതിയത് വിത്തിനങ്ങ് നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നടാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിത്ത് എനിക്ക് ആദ്യമേ ഇരുന്നത് എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. അതാണ് ഇനി നമ്മൾ നടാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടെ വിളയട്ടെ. നല്ല വലുതായല്ലേ? കുമ്പളം 2 തരം ഉണ്ട് കേട്ടോ. നെയ്ക്കുമ്പളവും ഉണ്ട്, നല്ല തടിയൻകായ എന്ന് പറഞ്ഞിട്ട് വലിയ കുമ്പളവും ഉണ്ട്. അതിൻ്റെ ചെറുതാണിത്. ഇതിനകത്ത് കണ്ട് ചുണ്ണാമ്പ് മാതിരി ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കായ്ച്ച കൊത്തിയാലും ഇതിന് വലിയ ആക്രമണമൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ ഒരു ഞണക്കം മാത്രം ഇങ്ങനെ ഉണ്ടാകും. അത് വലിയ കുഴപ്പമില്ല. അകത്തോട്ട് മാംസത്തിനകത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല കവറിട്ട് അടുത്ത ഒരു കുമ്പളത്തിന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കായ്ച്ചൊന്നും കൊത്താതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ നിർത്തിയിരുന്നാൽ നമുക്ക് അത്യാവശ്യം ഈ കായ്ച്ചയുടെ ശല്യത്തിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള കുമ്പളങ്ങയും കിട്ടും. ഓക്കെ, അപ്പോൾ കുമ്പളങ്ങയുടെ അരി ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് ഇത് പിച്ചുന്നില്ല. അപ്പം ഓക്കെ, അപ്പോൾ നല്ല മഴ പെയ്യാൻ പോകണം, നമുക്ക് വീട്ടിലോട്ട് കയറാം. പയർ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കയ്യോടെ അങ്ങ് കൊന്നിടണം, തലയങ്ങ് നുള്ളി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വിത്തിന് നിർത്തിയിരിക്കുന്ന പയറാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ വിത്തിന് നിർത്തിയേക്കുന്നത് കുറച്ചുകൂടെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് പറിക്കാവൂ. നമ്മുടെ വേറെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മളത് ഇതിപ്പം പറിക്കുന്നില്ല. ഇന്നുവേ ചിന്നു എന്ത് ചെയ്യേ? ചിന്നുകുട്ടി ചിന്നു മൂക്ക് വിശക്കുന്നു. മിന്നു വന്നോ? മിന്നും ചിന്നും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പലർക്കും ഇപ്പം വഴുതനങ്ങയുടെ വിത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം വഴുതനങ്ങയുടെ വിത്ത് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം കുറച്ചും കൂടെ ഇത് ഒന്ന് വാടി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടെ നല്ലത്. ഇപ്പം ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കേണ്ടത് കൊണ്ട് ഈ ഒരെണ്ണം ഇങ്ങനെ കാണിക്കുകയാണ്. നല്ലതുപോലെ ഉണങ്ങിയിരിക്കുന്നതും ഒരെണ്ണം ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. കണ്ടോ, കുറച്ചും കൂടെ നമ്മൾ പഴുത്തിട്ട് നമ്മൾ പിച്ചുവെന്നുണ്ടെങ്കിൽ ഈ മാംസമൊക്കെ കുറച്ചുകൂടെ അങ്ങ് നല്ലതുപോലെ അങ്ങ് നിറം അങ്ങ് മാറും. അപ്പോൾ നമ്മൾ ഇത്രയും ആയാലും മതി. നമുക്ക് അത്യാവശ്യത്തിനുള്ളതായ വിത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം നമുക്ക് വിത്ത് ഇങ്ങനെ അങ്ങ് കിട്ടിക്കോളും. നമുക്ക് അരിച്ചിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് കഴുകിയിട്ട് അരിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഞെരടിയതിന് ശേഷം നമുക്ക് എന്താണെന്ന് പറയുമ്പോൾ ഇതങ്ങ് അരിച്ച് കളയണം. അപ്പം നമ്മുടെ വിത്തുകളെല്ലാം ഇതേപോലെ നമുക്ക് കിട്ടും. നല്ല വൃത്തിയായിട്ട് നമുക്കിഞ്ഞ് കിട്ടിക്കോളും. അതുപോലെ നല്ലതുപോലെ പഴുത്ത് 3/4 ഭാഗം ഉണങ്ങിയിരിക്കുന്നതായ ഒരു വഴുതനങ്ങയുടെ വിത്ത് എടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പം നമ്മളിത് പറിച്ചു കൊണ്ടുവന്നിട്ട് തണലത്തിട്ട് ഒരു 3-4 ദിവസം കിടക്കുമ്പോഴത്തേക്ക് ഈ പരുവാകും. ഇതെല്ലാം അതിനകത്തുള്ള മാംസം എല്ലാം അങ്ങ് അവിഞ്ഞിട്ട് ഒരു നല്ലൊരു പരുവായിട്ട് നമുക്ക് കിട്ടും. അപ്പം അതിനെ നമുക്ക് ഒന്ന് തൊലി പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അരിയെല്ലാം ഇവിടെ ഇരിക്കും. കണ്ടില്ലേ, അതിന് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കഴുകി ഇഞ്ഞെടുക്കാം. ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിയാൽ മതി. ഒരു അവിഞ്ഞൊരു സ്മെല്ല് വരും എപ്പോഴും. അത് നമുക്ക് അരിച്ചെടുക്കാം. ഉണങ്ങിയ വിത്ത് നമ്മൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാകാനായിട്ട് ഇത് ഒരു ദിവസമെങ്കിലും ഒന്ന് ഉണക്കിയിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും നല്ലത്, കുഴിച്ചിടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നനവോടെ കുഴിച്ചിട്ട് അരിഞ്ഞ് കിളിച്ചൊക്കെ വരും കേട്ടോ. എന്നാലും നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം സൂക്ഷിക്കാം. അപ്പം നമ്മുടെ വഴുതനയുടെ വിത്ത് നല്ലതുപോലെ കഴുകി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം വഴുതനയുടെ വിത്ത് എടുക്കുന്നത്. അപ്പം നമ്മുടെ പലതരത്തിലുള്ളതായ പയറുണ്ട്. കറുത്ത പയറുണ്ട്, ചുമന്ന പുള്ളി പയറുണ്ട്. അപ്പം വേറെ ഒരു ടൈപ്പ് പയറാണിത്. ഇത് അധികം നീളം വയ്ക്കത്തില്ല കേട്ടോ. വെള്ളയും അതിനകത്തൊരു ബ്രൗൺ വരയായിട്ട് പണ്ടേ ഉള്ളൊരു ടൈപ്പ് പയറാണിത്. അപ്പോൾ അതും കൂടെ നമുക്ക് കുഴിച്ചിടാം. അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്നതായ വെള്ളരിയുടെ അരിയാണിത്. രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നമുക്കത് അയച്ചു തന്നിരിക്കുന്നത്. 5 വിത്തേ ഉള്ളൂ. അതും കൂടെ നമുക്ക് നടാം കുമ്പളത്തിൻ്റെ. അതുകൊണ്ട് ഇതാണ് വെണ്ടയ്ക്ക. നമ്മുടെ ഉണങ്ങി നിൽക്കുന്ന വെണ്ടയ്ക്ക നല്ലതുപോലെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അരി നമുക്ക് എടുക്കാം. കുറച്ച് മതില്ലോ. അതുപോലെ നമ്മുടെ പയർ ഇതും നോക്കാം. നമുക്ക് അതിൻ്റെ അരിയും കറുത്ത അരിയാണ് കണ്ടോ. അധികം നീളമില്ലാത്ത പയറാണ്. അപ്പോൾ ഇത് നല്ല 24 മണി ഉള്ള പയറാണിത്. ഇത് വേറൊരു പച്ചപ്പയറാണിത്. അപ്പം നമുക്കെല്ലാം ഒന്ന് 2 വീതം കുഴിച്ചിടാം. അപ്പോൾ ഇന്നലെ നമ്മൾ മുളക് പാകിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ വഴുതനയുടെ വിത്തും പാകുന്നത്. അപ്പോൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നതായ നേരത്തെ നമ്മൾ കവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നേരത്തെ എൻ്റെ കയ്യിരുന്ന വഴുതനയുടെ വിത്താണിത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ള, കാരണം ഇവിടെ ഇഷ്ടംപോലെ വഴുതന ഒക്കെ നിൽപ്പുണ്ട്. ഒരുപാട് ഇട്ടാൽ പിന്നെ എല്ലാം എബിയും കഴിക്കണം. ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. കുറച്ച് പാകിയായി, അതുകൊണ്ട് കുറച്ചേ പാകിട്ടുള്ളൂ.
പിന്നെ പലർക്കും നമ്മുടെ ഗ്രോ ബാഗ് ഒഴുക്കാൻ അറിയത്തില്ലായിരിക്കും, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗ്രോ ബാഗ് എങ്ങനെ ഒഴുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ചെക്ക് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത്, ഇപ്പോൾ ഏത് കൃഷിയാണെങ്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഒരുക്കുന്നതാണെങ്കിൽ ഗ്രോ ബാഗ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസും വരും. അതുപോലെ തന്നെ ഏത് കൃഷിയാണോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ടൊമാറ്റോ കൃഷിയാണെങ്കിൽ ടൊമാറ്റോ കൃഷി മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ടൊമാറ്റോ കൃഷിയുടെയും വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഈ ഗ്രോ ബാഗ് ഒരുക്കുന്ന അറിയാൻ പറ്റില്ല, കാരണം നമ്മൾ പഴയത് കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കുറേ പേര് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് എന്തോ പറയുന്നത്? അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇനി എന്തുണ്ട്, വെള്ളരി വിത്തുണ്ട്, കുമ്പളമുണ്ട്, പയർ, വെണ്ട, ഇതൊക്കെ നടാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വെള്ളരി അതുപോലെ പാകി വെക്കാം. എല്ലാം പാകുന്നത് ഒരേ രീതി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ എല്ലാം കാണിക്കുന്നത്. അപ്പോൾ വെറുതെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ, നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്താലേ നമുക്ക് ഓണത്തിനൊക്കെ ഒരുമിച്ച് വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വെള്ളരിയൊക്കെ നമുക്ക് പിന്നെ പാകുന്ന ഒരു രീതി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളരി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് നല്ലൊരു വെള്ളരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വിത്തെടുക്കുക, എന്നിട്ട് കുഴിച്ചിട്ടാലും നല്ലതുപോലെ കിളിച്ച് വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വെള്ളരിയൊക്കെ നട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളരിയൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് പാകി വെക്കാം. ഓക്കെ, മണ്ണിട്ട് കൊടുക്കാം. അവിടെ മിന്നൂന് സഹിക്കുന്നില്ല, നമ്മൾ അവളെ കൂട്ടാതിരുന്ന് കൃഷി ചെയ്യുന്നതിന്. എല്ലാത്തിലും കുറേശ്ശെ വെള്ളം കൊണ്ടുവന്ന് തളിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ പയർ ഞാൻ പറിച്ച് നടാറില്ല, ഡയറക്റ്റ് അങ്ങ് വിത്ത് പാകേ ഉള്ളൂ. അപ്പോൾ ഒരു 3 എണ്ണം വീതമാണ് ഞാൻ ഗ്രോ ബാഗിനകത്ത് പാകി കിളിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു വിരൽ താഴ്ന്ന അകലത്തിൽ കുഴി എടുത്താൽ മതി. നമ്മുടെ ഒരു വിരലിൻ്റെ ഇത്രയും ഒരു വിരൽ അതിൻ്റെ പകുതി മുട്ട് വരെ ചെയ്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുക. നമ്മുടെ കറുത്ത മറ്റേ കൊച്ചു പയറുണ്ടല്ലോ, അതും ഇടാം 3 എണ്ണം. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന കവറുകളാണ്. നിങ്ങൾക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്കിടാം. ഇത് 24 മണി പയറിൻ്റെതാണിത്. അപ്പോൾ ഇത് വെറുതെ നമ്മൾ മണ്ണ് നിറച്ച് വെച്ചേക്കുമല്ല കേട്ടോ, നമ്മൾ അതിന് വേണ്ടുന്ന ചാണകവും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചേക്കുന്നത്. ഇനി രണ്ടാമത് നമ്മളിപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ ബോറായിട്ട് തോന്നും, അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. നിങ്ങൾ നോക്കിയാൽ മതി ഹൗ ടു പ്രിപ്പയർ ഗ്രോ ബാഗ് ബൈ മിനീസ് ലൈഫ് സ്റ്റൈൽ നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. ഇത് 3 കഴിഞ്ഞല്ലോ. അതിനകത്തോട്ട് കുമ്പളം നട്ടു. അപ്പം കുമ്പളം നമ്മൾ ഗ്രോ ബാഗിനകത്ത് തന്നെയാണ് നടുന്നത്. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു മമ്മി ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കണമെന്ന്. അമ്മ എന്താ പറയുന്നത്? ഗ്ലൗസ് ഒന്നും ഇട്ടാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അതൊരു വല്ലാത്തൊരു ഇറിറ്റേഷൻ മാതിരി എനിക്ക് തോന്നുന്നത്. ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നോക്കാം, നമുക്ക് എത്രത്തോളം ഇങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ. മണ്ണിലേക്ക് കൈ തൊട്ടാലല്ലേ രസമുള്ള. അപ്പോൾ നമ്മുടെ കുമ്പളവും നട്ട് കഴിഞ്ഞ് 2 ഗ്രോ ബാഗിനകത്ത് ഇനി വെണ്ടയ്ക്കയും കൂടെ ഉണ്ട്. ഇനി വെണ്ടയ്ക്ക ബാക്കിയുണ്ട്. വെണ്ടയ്ക്ക ഉണ്ടെന്നുണ്ടോ അതിനകത്ത്? ഇനി വെണ്ടയ്ക്ക ഞാൻ പാകി കിളിപ്പിക്കാൻ പോവാണ്. അപ്പം കുറേ വെണ്ടയ്ക്ക അരി ഇങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ കൈ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്, അതൊന്നും സാരമാക്കണ്ട. ഇതാണ് വെണ്ടയ്ക്കയുടെ അരി. അപ്പോൾ നമുക്കതിനകത്തോട്ട് പാകി വെക്കാം. അപ്പോൾ കുറച്ച് മണ്ണ് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കതിനകത്തോട്ട് വിതറി കൊടുക്കാം. കിളിച്ച് വരുമ്പോൾ നമുക്ക് അതിനടുത്ത് പറിച്ച് മാറ്റാം. കിളിർത്ത് വരുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നടാം. മമ്മി 2 വട്ടം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് കിളിച്ച് വരുമെന്ന് പറയത്തില്ല, കിളിർത്ത് വരുമെന്ന് പറയത്തില്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ കിളിക്കുമെന്നാണ് പറയുന്നത്. ഇനി കിളിർത്തെന്നൊക്കെ എവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, എവിടെ ഏത് സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്നൊന്നും നമുക്ക് വാക്കുകൾ മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോകും. നമ്മൾ പഠിച്ച രീതിയിലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതെന്താണ് മമ്മി? ഇത് തക്കാളി വഴുതനയായത്. ഓക്കെ, കിളിക്കോ കിളിക്കത്തിലൊന്നും അറിയാൻ വരുന്നുണ്ട്. ഞാൻ 2 എണ്ണം നട്ട് 2ഉം കിളിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ തിന്നേണ്ട അവസ്ഥ ആലോചിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. പിന്നെ എല്ലാം തീറ്റിച്ച് ഞാൻ റെഡിയാക്കി തരാം.
അപ്പോൾ നമ്മൾ നേരത്തെ നട്ട് വെച്ചിരുന്നതായ പയർ 2 ഇല പരുവായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ, സൺഡേയിലുള്ള വീഡിയോയിൽ നമുക്ക് ഇടാം. ഓക്കെ, എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. വെറുതെ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അതും കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് കറക്റ്റ് യൂസ് ആകത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് ജോലിപ്പാടായി പോലെ എല്ലാം കൂടെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്നതിനകത്ത് നിങ്ങൾ എല്ലാ അരിയും നടണമെന്നില്ല. നിങ്ങളുടെ ഇപ്പോൾ 1 or 2 അരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അരി കറക്റ്റായിട്ട് പാകി അടുത്ത ആഴ്ച ഞങ്ങൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതും കിളുത്ത് തരും, നമുക്ക് കാണിക്കാനും പറ്റും. അപ്പം ഞാൻ ഈ നട്ടതായ അരികൾ ചിലപ്പോൾ നിങ്ങളുടെ കാണണമെന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതായ എന്തെങ്കിലുമൊക്കെ വിത്തുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പിന്നെ കുഴിച്ചിട്ടിരുന്നാൽ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരുമിച്ച് പിന്നെ അപ്പം ഡിഫറൻ്റായിട്ടുള്ള കൃഷികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വളരെ രീതികളൊക്കെ ഏകദേശം ഒരേപോലെ നമുക്ക് ഇടുകയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കൃഷി ചാലഞ്ചിൻ്റെ ആദ്യത്തെ എപ്പിസോഡായിരുന്നു. നമ്മുടെ ബ്രൂണോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൂണോയും റെഡിയാണ് ഓണം കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മമ്മി ആദ്യത്തെ നമ്മുടെ ഘട്ടം കാണിച്ചു തന്നു. അപ്പോൾ ഇതുപോലെ എല്ലാം നിങ്ങൾ ചെയ്യാം. അതേപോലെ നമ്മളൊപ്പം തന്നെ ഫോളോ ചെയ്യുക അല്ലേ? നമ്മുടെ കൂടെ തന്നെ ചെയ്താലേ നമുക്ക് അവസാനം വിളവെടുക്കുമ്പോൾ ഒരുമിച്ച് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമന്റിൽ എഴുതി അറിയിക്കാം കേട്ടോ. കഴിഞ്ഞ വീട്ടിൽ കുറേ പേര് എഴുതി അയച്ചിരുന്നു. അപ്പം നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ എഴുതി അയക്കുക. നമ്മൾ അറിയട്ടെ എത്ര പേര് നമ്മുടെ ചാലഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വിളവെടുപ്പിലൊക്കെ ഒരുമിച്ച് വിളവെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഓണത്തിന് വിളവെടുക്കുമ്പോൾ എല്ലാവരുടെയും വിളവെടുപ്പിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഒരുമിച്ച് കാണിക്കാം. ഒരു സന്തോഷമല്ലേ ഓണകാലത്തിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ. അയ്യോ എൻ്റെ അമ്മ ഫോട്ടോ നമ്മൾ ബ്രൂണോ വന്നിട്ടുണ്ട്. മതി പോ മതി 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 കഴിഞ്ഞു. കുറെ നാളായിരുന്നു എല്ലാരും പറഞ്ഞ് ഇങ്ങനെ ബ്രൂണോനെ കാണുന്നില്ല അത്. അപ്പൊ ബ്രൂണോ ഇനി മാറട്ടെ. അപ്പൊ ഇല്ല